കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ ഫ്രിഡ്ജൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഫൗൾ സ്മെല്ലൊക്കെ നമുക്ക് ഇടയ്ക്കേ വരുമല്ലോ, ആ സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കാനുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വീട്ടിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് കേട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഇല്ലാണ്ടാക്കാം കേട്ടോ. ഈ ക്ലീനിങ് വീഡിയോ നിങ്ങൾ കണ്ട എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഈ അഴുക്ക് പിടിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ദേ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ദേ ഇങ്ങനെയാണ് കേട്ടോ. നമ്മളതേ കുറച്ച് നാൾ ഒരു മാസമൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാണ്ടിരുന്ന ഈ അവസ്ഥയിലൊക്കെ എത്തും. പിന്നെ ഞാൻ ഈ ബേക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്യണ കാരണം തന്നെ നമുക്ക് ഈ കളറും കാര്യങ്ങളൊക്കെ തട്ടിപ്പോയിട്ട് നമുക്ക് എപ്പോഴെപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ട് അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് വൈറ്റ് പേസ്റ്റ്, അതായത് കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റ് എടുക്കണം കേട്ടോ. വൈറ്റ് തന്നെ നിങ്ങൾ ഈ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയില്ലേ, ഒരു ചെറുനാരങ്ങയുടെ മൊത്തമായിട്ടുള്ള നീര് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു പൊട്ട സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ സ്മെല്ലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെറുനാരങ്ങ സഹായിക്കും കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ. അപ്പോൾ ഒരു ചെറുനാരങ്ങ ഉണ്ട്, ഒരു വലിയ ചെറുനാരങ്ങ തന്നെയായിരുന്നു. അപ്പോൾ അത് മൊത്തം ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ വെള്ളമില്ലേ, സാധാരണ വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എത്ര ഇപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ സിംഗിൾ ഡോർ ആയ കാരണം തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ക്ലീൻ ചെയ്യാൻ ഈ ഇത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കൂട്ടിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തന്നെ എല്ലാം കൂടി എടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് നമ്മുടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി തന്നെ അത് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ നന്നായിട്ട് ബേക്കിംഗ് സോഡ ഇട്ട കാരണം തന്നെ നന്നായി പതഞ്ഞ് പൊങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ക്ലീൻ ആവും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ സൊല്യൂഷനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സ്പോഞ്ചിലോ എന്തെങ്കിലും തൊട്ടിട്ട് ഞാൻ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാത്തൊരു സ്പോഞ്ച് എടുത്തിട്ട് ഇതിൽ കുറേ അച്ചാറിൻ്റെയും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്ന കറകളൊക്കെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഉരച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഇതിൽ വെക്കണതല്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ എന്തായാലും ഫ്രിഡ്ജ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി തന്നെ ക്ലീൻ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കത് ഉരച്ച് കൊടുക്കാം കേട്ടോ. ഉരച്ച് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൊല്യൂഷൻ വെച്ചിട്ട് എല്ലാ ഭാഗവും ഞാൻ ഉരച്ചെടുത്തിട്ട് വരാം കേട്ടോ. കുറേ നാൾ കഴിഞ്ഞിട്ട് ഓരോ സാധനങ്ങളൊക്കെ തട്ടിപ്പോയിട്ട് അതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ച് ഈ സാധനം ലിക്വിഡ് വെച്ച് ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് അധികം അങ്ങോട്ട് ഉരച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വേഗം തന്നെ ജസ്റ്റ് ഒന്ന് ഈ സ്പോഞ്ച് കൊണ്ടൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് പോവും കേട്ടോ. ഒട്ടിപ്പിടിച്ചിട്ടുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്കോളൂ കേട്ടോ. പിന്നെ നല്ലൊരു സ്മെല്ലാവും കേട്ടോ ഇത് വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ഓഫായിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊക്കെ തേച്ചതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായി തുടച്ചെടുക്കാം കേട്ടോ. തുടച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടയ്ക്കണം കേട്ടോ. അപ്പോൾ തുണി വെച്ച് തുടയ്ക്കുമ്പോഴാണ് നമ്മളിതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ലിക്വിഡൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങോട്ട് ഈ തുണിയിൽ അങ്ങോട്ട് പോരുള്ളൂ കേട്ടോ. അത് നന്നായി നമ്മുടെ തുണിയിലേക്ക് അങ്ങോട്ട് പോരണം കേട്ടോ. അതേപോലെ നന്നായി ഉരച്ചിട്ട് ഇനി നമുക്ക് നന്നായി തുണി ഒന്ന് പിഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുക്കി പിഴിഞ്ഞ് നന്നായി നല്ലോണം എന്താ പറയുക, ഇതിൽ നമ്മൾ തേച്ചിട്ടുള്ള ലിക്വിഡൊന്നും ഇരിക്കാൻ പാടില്ല. അത് നന്നായി തുടച്ച് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മളിത് തേച്ച് കൊടുക്കണ്ടായിരുന്നു. ഫ്രീസറിലും ഒക്കെ ജസ്റ്റ് ഈ ലിക്വിഡ് തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായി തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇപ്പോൾ നോക്കിയാൽ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഇടുക്കുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ തുടച്ചെടുക്കണം. നല്ലോണം ക്ലീൻ ആവും കേട്ടോ ഈ ലിക്വിഡ് വെച്ചിട്ട് നിങ്ങൾ തുടയ്ക്കുകയാണെങ്കിൽ തന്നെ. പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേസ്റ്റ് പോണ ഒരു ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൽ ജസ്റ്റ് നമ്മൾ ചില പാടകളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ വെള്ളം ബാക്കിലേക്ക് പോവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്
എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടിട്ട് ഹോള് തുറക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പാൽപ്പാടയോ എന്തെങ്കിലും പാട പോലെയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് തുറക്കൂട്ടെ. നമ്മൾ എന്തെങ്കിലും സ്പ്രിങ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ സ്പ്രിങ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചെറിയൊരു ഇർക്കിളി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് അത് തുറന്നു കൊടുത്തപ്പോൾ വേസ്റ്റൊക്കെ അങ്ങോട്ട് പോയിട്ടെ. പിന്നെ ശരിക്കും അങ്ങോട്ട് നമ്മൾ ഫ്രീസറിൽ നിന്നുള്ള ഓഫ് ചെയ്തിട്ടുള്ള വെള്ളമൊക്കെ ശരിക്കും കറക്റ്റായിട്ട് നമ്മുടെ ബാക്കിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഫ്രിഡ്ജ് മൊത്തമായിട്ട് ഞാൻ ലിക്വിഡൊക്കെ പരട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ പിഴിഞ്ഞ് നന്നായി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതായത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ നോക്കി അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ ഈ ഡോറിൻ്റെ സൈഡിൽ നമുക്കൊരു വാഷ് പോലത്തെ സാധനമല്ലേ, ആ വാഷൊക്കെ ഒരു കറുത്ത പിടിച്ചിട്ടുള്ളൊരു പാടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ലിക്വിഡ് വെച്ചിട്ട് തുടച്ചപ്പോൾ അതായത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, എന്തോ തട്ടിപ്പോയിട്ട് അവിടെ നിന്നൊരു എന്താ പറയുക പശ എന്തോ പോയിട്ട് അവിടെ അങ്ങനെ ഇത് പോയിട്ടുള്ളതാട്ടോ, പെയിൻറ്റ് പോയിട്ടുള്ളതാണ്. നമുക്കൊരു 9 വർഷമൊക്കെ പഴക്കമുള്ളൊരു ഫ്രിഡ്ജാണ് കേട്ടോ അത്. അപ്പോൾ അതേ നമ്മുടെ സൈഡിലത്തെ വാഷൊക്കെ നന്നായിട്ട് ഈ ലിക്വിഡ് വെച്ചിട്ട് നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ സൈഡുകളിലൊക്കെ ഇങ്ങനെ കുറച്ച് കൊല്ലമൊക്കെ പിടിക്കുമ്പോൾ ഒരു കരിമ്പന പോലെയൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ലിക്വിഡ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പോകട്ടെ. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാം. പിന്നെ നമ്മൾ പരമാവധി ഉള്ള സാധനങ്ങൾ പച്ചക്കറിയൊക്കെ കണ്ടെയ്നർ ബോക്സിൽ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്ന കാരണം തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കണം. ലിക്വിഡ് വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നല്ലൊരു മണമായിരിക്കും കേട്ടോ. ചെറുനാരങ്ങയുടെ ഒക്കെ നല്ലൊരു മണം ഉണ്ടാവും. നമ്മൾ പിന്നെ ചെറുനാരങ്ങ നിങ്ങൾ ഒരു മുറി നിങ്ങളിതിൽ മുറിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് അധികം മണങ്ങളോ എന്താ പറയുക ഫൗള് മണങ്ങളൊന്നും വരില്ല കേട്ടോ. നല്ല മണമായിരിക്കും നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ കേട്ടോ. പിന്നെ പരമാവധി സാധനങ്ങൾ നിങ്ങൾ മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ. അപ്പോൾ ഇതേ ഈ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.